ഞങ്ങളുടെ സെക്ഷൽ ഓറിയന്റേഷൻ കുട്ടികളോടേ ഉള്ളൂ. കുട്ടികളെ കാണുമ്പോഴേ ഞങ്ങൾക്ക് സെക്ഷലായ ചിന്തകൾ വരുന്നുള്ളൂ. വലിയവരോട് വരുന്നില്ല. ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ പ്രകൃതിപരമായി തന്നെ ഇങ്ങനെയല്ലേ. വേറെ ചില ആളുകൾ നേരത്തെ പറഞ്ഞു മൃഗങ്ങളോട് രമിക്കുന്ന ആളുകൾ, അവർ പറയുന്നത് ഞങ്ങൾക്ക് മനുഷ്യന്മാരെ കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല, ഞങ്ങൾക്ക് പട്ടിനെ കാണുമ്പോഴേ തോന്നുള്ളൂ, ഞങ്ങൾക്ക് പശുവിനെ കാണുമ്പോഴേ തോന്നുന്നുള്ളൂ, അതേപോലെ തന്നെ പിന്നെ കുതിരയെ കാണുമ്പോഴേ നമുക്ക് തോന്നുള്ളൂ. ഞങ്ങൾ പ്രകൃതിപരമായി ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? വേറെ കുറെ ആളുകൾ ഇൻസെസ്റ്റ്, എനിക്ക് എന്റെ ഉമ്മയെ കാണുമ്പോഴേ തോന്നുന്നുള്ളൂ, എനിക്ക് എന്റെ അമ്മയെ കാണുമ്പോഴേ തോന്നുള്ളൂ, എനിക്ക് എന്റെ സഹോദരനും സഹോദരിയെയും കാണുമ്പോഴേ തോന്നുന്നുള്ളൂ, ഞങ്ങൾ പ്രകൃതിപരമായി ഇങ്ങനെയല്ലേ, പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ എന്ത് പറയാനുണ്ട്? അവിടെ വളരെ കൃത്യമായ ഉത്തരം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് പ്രകൃതിപരമായി എന്തൊക്കെ തോന്നുന്നോ അതൊക്കെ ചെയ്യാനുള്ള ലോകമല്ല ഇത്. അങ്ങനെ ഓരോരുത്തർക്കും പ്രകൃതിപരമായി എന്ന് പറഞ്ഞിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്നാൽ ഈ സമൂഹം കുട്ടിച്ചോറായി പോകും. അവിടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ധാർമ്മികതയ്ക്ക് ഒരു അടിസ്ഥാനം വെച്ചുകൊണ്ട് ശരിയായത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഹോമോസെക്ഷലായ ആളുകൾ, ചില ആളുകൾക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷനേ തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെ സെക്ഷലി അട്രാക്ഷൻ തോന്നാത്ത ആളുകൾ ഓപ്പോസിറ്റ് സെക്സിനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കണം, അത് നിർബന്ധമാണ് എന്നൊന്നും ആരും പറയുന്നില്ല. അങ്ങനെ അട്രാക്ഷൻ തോന്നാത്ത ആളുകൾ അത്തരത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുക, അവർ കല്യാണം കഴിക്കാതിരിക്കുക, അതുപോലെയുള്ള പരിഹാരങ്ങൾ അവർക്കുണ്ട്. അതല്ലാതെ ഈ പ്രവൃത്തി ചെയ്തേ പറ്റൂ എന്നുള്ളത് ആരും പറയുന്നില്ല.